जय कुंज बिहारी जय यशोदनंदना जय वृषणरंजना जय यशोदनंदना जय वृषणरंजना हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് കാർത്തിക മാസത്തിന്റെ 19ാമത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും വിശേഷപ്പെട്ട ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ വേറെ കിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സൗഭാഗ്യ നിമിഷങ്ങളും നമ്മളത് ഉപയോഗിച്ചെടുക്കണം. പോയ കാലങ്ങൾ നമുക്ക് തിരിച്ചൊരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് ഏതൊക്കെ സൗഭാഗ്യങ്ങൾ ഭഗവാനോട് അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നുവോ ആ സൗഭാഗ്യങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. നമുക്കറിയത്തില്ല, ചിലപ്പം ചില നിസ്സാര കാര്യങ്ങളാണ്, അതിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പുറം കൈ കൊണ്ട് തട്ടിക്കളയും. അങ്ങനെ തട്ടിക്കളഞ്ഞ സന്ദർഭമാണ് അറിയാതെ എത്രയോ ഭക്തി ഉണ്ടായിട്ടും വില്ലുമംഗലത്തിന് ഭഗവാനെ നഷ്ടപ്പെടാനിടയായത്. പിന്നീട് വില്ലുമംഗലം അനന്തൻകാട് വരെ ഭഗവാനെ കാണാനായിട്ട് നടക്കേണ്ടി വന്നു. ഇതാണ് ജീവിതത്തിന്റെ അവസ്ഥ. അറിയില്ല നമുക്ക് എപ്പോഴാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് വരുന്നത്, എപ്പോഴാണ് നമ്മളിൽ നിന്ന് പോകുന്നത്, എന്തുകൊണ്ടാണ് പോകുന്നത്. അന്ന് കൃഷ്ണൻ വില്ലുമംഗലത്തിന്റെ അടുത്ത് വന്നു. ജസ്റ്റ് പുറം കൈ കൊണ്ട് തട്ടി കൃഷ്ണനെ മാറ്റി നിർത്തിയതേ ഉള്ളൂ, പോകാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാനേ പറഞ്ഞു. ഭഗവാൻ മാറി നിന്നു. ജീവിതത്തിൽ നിന്ന് വർഷങ്ങളോളം മാറി നിന്നു. വില്ലുമംഗലത്തിന് വളരെ വലിയ പ്രയാസമായി. അവസാനം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അനന്തൻകാട് വരെ പോയി. അതുകൊണ്ട് നമ്മള് ജീവിതത്തിലെ ഓരോ നിമിഷവും ഭഗവാനെ നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും എളുപ്പമായി സ്വായത്തമാക്കാൻ പറ്റിയ ഒരു മാസം, പറ്റിയ നിമിഷങ്ങളാണ് കാർത്തിക മാസം. കാർത്തിക സമോ മാസം, മാസങ്ങളിൽ സമമായിട്ട് കാർത്തിക മാസം അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മാസത്തിന് കാർത്തിക മാസം രാധാറാണിയുടെ പേരിട്ടത്. കൃതേന സമം യുഗം, യുഗങ്ങളിൽ സത്യയുഗത്തോളം വലുതായിട്ടൊന്നുമില്ല. നമുക്ക് നല്ലൊരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സത്യയുഗത്തിലേക്ക് നമുക്ക് ഭഗവാന്റെ അനുചരന്മാരായി നമുക്ക് ജനിക്കാൻ പറ്റും. വേദസദൃശം ശാസ്ത്രം, ഏത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും, ഏത് കാലഘട്ടത്തെ ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും, ആധുനിക ശാസ്ത്രമാകട്ടെ, അത്യന്താധുനിക ശാസ്ത്രമാകട്ടെ, പൗരാണിക ശാസ്ത്രമാകട്ടെ, ശാസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും ആധികാരികമായതും വേദങ്ങളാണ്. ആ വേദങ്ങളുടെ സത്താണ് ഉപനിഷത്തുക്കൾ, ഉപനിഷത്തുക്കളുടെ സത്താണ് ഭഗവത്ഗീത. ഇത് തീർച്ചയായും നമ്മൾ വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം, ശരിയായ രീതിയിൽ ഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ടാണ് ജ്ഞാനം വിജ്ഞാന യോഗേന എന്ന് പറയുന്നത്. ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസം. തീർച്ചയായിട്ടും ഈ കാർത്തിക മാസവും നമുക്കെല്ലാവർക്കും അതിനുപകരിക്കട്ടെ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. സ്മിത മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.
കാർത്തിക മാസത്തിന്റെ ദാമോദരാഷ്ടകത്തിന്റെ ഈ ദാമോദർ ലീല എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 5 രസങ്ങളും ഈ ലീലയിൽ ഉണ്ട് എന്നുള്ളത്. ഏതൊക്കെയാ നമ്മള് രസങ്ങൾ പറഞ്ഞത് എന്നുള്ളത് ഓർമ്മയുണ്ടോ? വാത്സല്യ രസം യശോദാമയ്യ, ദാസ്യരസം കുബേരപുത്രന്മാര്, സഖ്യരസം കുരങ്ങന്മാര്, ശാന്തരസം പാല്, ഉരല്, കയറ്, മാധുര്യരസം രാധാറാണി. അപ്പോ നമ്മളന്ന് സംസാരിച്ചത് ഈ രസങ്ങളില് എങ്ങനെയാണ് ഭഗവാന്റെ ഡിവോട്ടീസുമായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യണത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആൻഡ് കാണാൻ പറ്റും ഈ ലീലയില് ഈ 5 രസങ്ങളുടെ ഒരു പെർഫെക്റ്റ് ബാലൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്തൊക്കെയാണ് ഭഗവാന്റെ ക്വാളിറ്റീസ് ഉള്ളത് ഈ ലീലയില് നമുക്ക് കാണാൻ കഴിയുന്നത്? മധുരം, അതെ, മഹത്വം, മമത, ദീനവത്സലൻ, ഭക്ത വ്യവഹാർത്തിത. അതായത് മധുരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ലീലകളിൽ നമ്മൾ ഭഗവാനെ വർണ്ണിക്കുമ്പോൾ ആ ഒരു സ്വീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട്, എന്താ പറയാ, ഭഗവാനാണ് ഏറ്റവും സുപ്രീം എന്ന് പറഞ്ഞിട്ട്, കൃഷ്ണനാണ് സുപ്രീം എന്ന് പറഞ്ഞു. മമത നമുക്ക് കാണാൻ പറ്റും യശോദാമയ്യയുടെ വാത്സല്യം എങ്ങനെയാണെന്നുള്ളത്. ദീനവത്സല, ആ കുബേരപുത്രന്മാർക്ക് ഭഗവാൻ എന്താ പറയാ മോക്ഷം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഭഗവാന്റെ ദീനവത്സരൻ. അതുപോലെ തന്നെ ഭക്ത വ്യവഹരിത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ യശോദാമയ്യക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടി അനുവദിക്കുകയാണ്. അത് ഭക്തനോടുള്ള വാത്സല്യത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണത്. നമുക്ക് ഈ മധുരതരമായ ഈ കാര്യം മധുരാഷ്ടകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഭഗവാന്റെ എല്ലാ ബാലലീലകളെ കുറിച്ചും സംസാരിക്കേണ്ട ആദരം മധുരം എന്ന് പറഞ്ഞ ആ പാട്ടിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ ഭഗവാനെ, അത് എത്ര സ്വീറ്റ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ലീലയില് കുറെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട് ഭഗവാന്റെ. അതെന്തൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്? അതിലത്തെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഭഗവാന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഗുണാവിശേഷം, ഭഗവാന്റെ ക്വാളിറ്റി, ഭഗവാൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ ലീലയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ തത്വവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഒരു പേഴ്സൺ ആണ്, അല്ലാണ്ട് ബ്രഹ്മമല്ല, പേഴ്സൺ ആണ് എന്നുള്ളത് നമ്മൾക്ക് ഇതിന്ന് മനസ്സിലാവും. കാരണം ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഡിവോട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ സച്ചിദാനന്ദ രൂപമാണ് എന്ന് പറഞ്ഞിട്ട്. മൂന്നാമത്തെ വിശേഷം എന്ന് പറയുന്നത് സൗന്ദര്യം. ഭഗവാന്റെ സൗന്ദര്യത്തെ കുറിച്ച് മുഴുവൻ വർണ്ണിക്കുന്നുണ്ട് ഈ ദാമോദരാഷ്ടകത്തിൽ മുഴുവൻ. അതുപോലെ തന്നെ ലീലാവിശേഷം ഓൾറെഡി ദാമോദർ ലീലയാണ്. പ്രേമഭക്തി, ഭഗവാൻ എത്ര ക്ലോസ്നെസ് ഉണ്ട് രാധാറാണിയുടെ അടുത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ കൃപാവിശേഷം നമ്മൾ കാണുന്നു ആ നളകുബേരന്മാരെ ലിബറേറ്റ് ചെയ്തപ്പോ. അപ്പൊ ഇത്രയും വിശേഷങ്ങൾ, ഇത്രയും ക്വാളിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ 8 ചെറിയ അഷ്ടകത്തില് രസങ്ങളുടെ കാര്യം പറഞ്ഞു. അതുപോലെ ഇപ്പൊ നമ്മള് വിശേഷങ്ങൾ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ ലീലയിലുള്ളത് നമ്മളിപ്പോ നോക്കി. അപ്പൊ ആലോചിക്കൂ, സത്യവ്രത മുനി എത്ര തോട്ട്ഫുള്ളി ആണ് ഇത്രയും കാര്യങ്ങള് ഈ ചെറിയ 8 സ്റ്റാൻസയില് അത് ഇങ്ങനെ ഫില്ല് ചെയ്ത് പ്രോപ്പർലി നമ്മൾക്ക് എന്താ പറയാ ഒരു ക്യാപ്സൂൾ രൂപത്തിൽ തന്നിരിക്കുന്നത് നോക്കും. എത്ര ഗ്രേറ്റ്നെസ് ആണ് ആ ദാമോദരാഷ്ടകത്തിന് എന്നുള്ളത്. നമുക്കറിയാം ഈ ലോകത്തില് എല്ലാവരും നോക്കുന്നത് 4 പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 കാര്യത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാ ജനങ്ങളും ശ്രമിക്കുന്നത്. പക്ഷേ മോക്ഷമാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഈ ദാമോദരാഷ്ടകത്തിൽ നോക്കൂ, സത്യവ്രത മുനി എന്താണ് പറയുന്നത്? വരം ദേവ മോക്ഷം ന മോക്ഷാവതിംബ. എനിക്ക് വരങ്ങളൊന്നും വേണ്ട, എനിക്ക് മോക്ഷവും വേണ്ട. അപ്പൊ എന്തുകൊണ്ടാണ് സത്യവ്രത മുനി പറയുന്നത് എനിക്ക് മോക്ഷം വേണ്ട എന്നുള്ളത്? വാട്ട് ഡസ് ദാറ്റ് മീൻ? അതിലും ഉപരിയായി എന്തോ ഒന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
എന്താ സത്യവ്രത മുനി ചോദിക്കുന്നത്? മോക്ഷത്തിനെക്കാട്ടിലും പരമമായിട്ട് എന്താണ് ഉള്ളതെന്നാണ് നമ്മൾ ഈ അഷ്ടകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതം തേ വപുർനാഥ ഗോപാലബാലം സദാമേ മനസ്യ വിരാസ്താം കി മന്യ. അപ്പൊ എന്താ പറയണത്? ഈ ഗോപാല രൂപം, ഭഗവാന്റെ ഈ ഗോപാല രൂപം എന്നും എന്റെ മനസ്സിൽ എന്താ പറയാ കളിയാടട്ടെ എന്നാണ് സത്യവ്രത മുനി ചോദിക്കുന്നത്. അപ്പൊ നോക്കൂ, ഈ മോക്ഷത്തിനെക്കാട്ടിലും വലുതാണ് ഭഗവാന്റെ സർവീസില്, ഭഗവാന്റെ സേവനത്തില് നമ്മൾ ഇൻവോൾവ് ആവുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അതുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തില് ഈ ചാപ്റ്റർ, ഈ അധ്യായത്തിന്, ഉലൂഖല ബന്ധനത്തിന് ഇത്രയും വളരെ പ്രധാനമായിട്ടുള്ള പ്രാധാന്യം വന്നിരിക്കുന്നത്. നമ്മൾ കാർത്തിക മാസത്തിന്റെ അടുത്ത സന്ദേശത്തിലോട്ട് പോകുന്നതിന് മുമ്പിട്ട് ഒരു കീർത്തനം കൂടി നമുക്കാവാം. ഹരേ കൃഷ്ണ. കമലുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇല്ല പ്രഭു, 5 minutes. ഓക്കെ, ശരി. ഓക്കെ, ഹരേ കൃഷ്ണ. അവിടെ കീർത്തന നന്ദനയൊക്കെ ഉണ്ടോ? അവിടെ കാണുന്നില്ല. ഓൺലൈൻ ഉണ്ടോ? മ്യൂട്ടാണ്. എന്തോ എക്സാം ഉണ്ട്. ഓക്കെ ഓക്കെ. പ്രഭു നമ്മൾ ചൊല്ലട്ടെ. യെസ്, ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതി ജന വിമോചന കൃഷ്ണ ജന്മമോചന. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതി ജന വിമോചന കൃഷ്ണ ജന്മമോചന. ഗരുഡ വാഹന കൃഷ്ണ ഗോപികാപതി നയന മോഹന കൃഷ്ണ നീരജേക്ഷണ. സുജന ബാന്ധവ കൃഷ്ണ സുന്ദരാകൃതേ മദന മോഹന കൃഷ്ണ മാധവ ഹരേ. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതി ജന വിമോചന കൃഷ്ണ ജന്മമോചന. വസുമതീപതേ കൃഷ്ണ വാസവാനുജ വരഗുരാകര കൃഷ്ണ വൈഷ്ണവാകൃതേ. സുരുചിരാനന കൃഷ്ണ സൗരവാരിതേ മുരഹരി വിഭോ കൃഷ്ണ മുക്തിദായക. വിമലപാലക കൃഷ്ണ വല്ലഭീപതേ കമലലോചന കൃഷ്ണ കാമ്യദായക. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതി ജന വിമോചന കൃഷ്ണ ജന്മമോചന. വിമലപാത്ര കൃഷ്ണ വല്ലഭീപതേ ചരണ പല്ലവ കൃഷ്ണ കരുണ കോമള. കുവലലക്ഷണ കൃഷ്ണ കോമളാകൃതേ തവ പദാംബുജം കൃഷ്ണ ശരണമാശ്രയേ. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതി ജന വിമോചന കൃഷ്ണ ജന്മമോചന. ഭുവന നായക കൃഷ്ണ പാവനാകൃതേ ഗുണഗണോജ്വല കൃഷ്ണ നളിനലോചന. പ്രണവവാരിതേ കൃഷ്ണ ഗുണഗണോജ്വല. രസമദരം കൃഷ്ണ ദീനവലസന. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതി ജന വിമോചന കൃഷ്ണ ജന്മമോചന. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതി ജന വിമോചന കൃഷ്ണ ജന്മമോചന. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ. ബ്യൂട്ടിഫുൾ. ജയ ജനാർദ്ദന, സംരക്ഷകനെ. ആ ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്കറിയാം നമ്മുടെ എല്ലാം സംരക്ഷകനും
ദാതാവും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ളത്. പിന്നെ നമ്മുടെ മനസ്സിന്റെ ചിന്താഗതികൾ മാത്രമേ ഉള്ളൂ മാറേണ്ടത്. ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് 2 ഗൃഹത്തിലാണ്. ദീപ്തി മാതാജി, രജീഷ് പ്രഭു ആൻഡ് ജയലക്ഷ്മി മാതാജി, ഹരീഷ് പ്രഭു. ഈ 2 കുടുംബത്തിലുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും ദാമോദര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം നാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീതയില് 6-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകം ഇങ്ങനെ പറയുന്നു: ആത്മോപമേന സർവത്ര സമം പശ്യതിയോ അർജുന, സുഖം വാ യദി വാ ദുഃഖം സയോഗി പരമോ മതഃ. ആത്മോപമേന സർവത്ര സമം പശ്യതിയോ അർജുന, സുഖം വാ യദി വാ ദുഃഖം സയോഗി പരമോ മതഃ. അല്ലയോ അർജുന, എല്ലാ ജീവികളും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമയോഗി. അതില് പ്രഭുപാദര് വീണ്ടും വിശദീകരിക്കുന്നു, കൃഷ്ണാവബോധമുള്ള ഒരാൾ ഉത്തമയോഗിയായിരിക്കും. അപ്പൊ യോഗി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിയകളും എക്സസൈസീസും മറ്റ് എന്താ പറയുന്നത് വിക്രിയകളും ചെയ്യുന്നവരല്ല യോഗി. വെറും മെക്കാനിക്കൽ വർക്കാണ്. ആവശ്യത്തിലധികം കഴിക്കുക, അത് പിന്നെ എക്സസൈസ് ചെയ്ത് കളയുക, ഇത്രയേ ഉള്ളൂ. മിതമായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് സാധാരണ ദൈനംദിന ജീവിതത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളും നടപ്പുകളിലും എല്ലാം കാര്യങ്ങൾ റെഡിയാവും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു സൂര്യ നമസ്കാരം കൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാവും. ഈ വൈകിട്ട് പലരെയും നടക്കാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും പറയുന്നില്ല, അധികം കഴിച്ചിട്ടുള്ള ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നു, കൃഷ്ണാവബോധമുള്ള ഒരാൾ ഉത്തമ യോഗിയായിരിക്കും. സ്വാനുഭവം പ്രമാണങ്ങൾക്ക് ഓരോരുത്തരെയും സുഖദുഃഖങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു, ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു. താനും ഭഗവാനുമായുള്ള ബന്ധം മറന്നു പോകുന്നതാണ് നമ്മുടെ ഒരു ജീവന് ദുഃഖ കാരണം. മനുഷ്യന്റെ സർവകർമ്മങ്ങളുടെയും പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ ഉറ്റ സുഹൃത്തും കൃഷ്ണൻ തന്നെയാണ് ബോധ്യമാകുന്നതാണ് സുഖത്തിന്റെ കാരണം. അപ്പം ആ ശ്ലോകം ഏതാ? അതുമായിട്ട് ബന്ധപ്പെടുത്ത ശ്ലോകം ഏതാ? രാജീവ് പ്രഭു. സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ ഉറ്റ സുഹൃത്തും കൃഷ്ണൻ തന്നെ എന്ന് ബോധ്യമാകുന്നതാണ് സുഖത്തിന്റെ കാരണം. ഇത് മറന്നു പോകുന്നതാണ് ദുഃഖത്തിന്റെ കാരണം. താനും ഭഗവാനുമായുള്ള ബന്ധം മറന്നു പോകുന്നതാണ് ജീവന് ദുഃഖത്തിന്റെ കാരണം. ഈ ശ്ലോകം ഏതാണ്? നമ്മൾ പഠിച്ച ശ്ലോകമാണ്. കുട്ടികളുണ്ടായിരുന്നു ഇപ്പം പയറ് പോലെ പറഞ്ഞേ. ജയപ്രകാശ് പ്രഭു. എല്ലാത്തിന്റെയും അധിപനും യജ്ഞങ്ങളുടെ അധിപനും സുഹൃത്തും ഭോക്താവും ഞാൻ തന്നെയാണ്. സ്മിതമാതാജി, ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞ വാക്കിൽ തന്നെ ആദ്യത്തെ ശ്ലോകം വരുന്നു, എല്ലാത്തിന്റെയും ഭോക്താവും. പ്രഭു ഭോക്താരം യജ്ഞതപസാം. യെസ്, ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം രക്ഷതി. ഇത് വായിച്ചിട്ട് പിന്നെ എന്തിനു നമ്മൾ മറ്റുള്ളിടത്തോട്ട് പോകുന്നു എന്നുള്ളതാണ്. അഹങ്കാരമല്ലേ? മനസ്സിലാകാത്തത് കൊണ്ടാണോ അതോ അഹങ്കാരം കൊണ്ടാണോ അറിയില്ല. പക്ഷേ സത്യത്തില് ഓരോരുത്തരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ
അവരുടെ പാണ്ഡിത്യം വിളമ്പാൻ വരുമ്പോൾ അവരോട് അനുകമ്പയാണ് വരുന്നത്, പ്രയാസമാണ് വരുന്നത്. ഗർഗഭാഗവതത്തിൽ ഗർഗമുനി പറഞ്ഞിരിക്കുന്ന അതേ വാക്കാണ് പ്രഭുപാദർ വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഗർഗഭാഗവത്തിൽ ഗർഗമുനി പറയുന്നു, മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം ഭഗവാനും നമ്മളും തമ്മിലുള്ള അകലം എത്രയോ കൂടുതലായതുകൊണ്ട്. അത് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് ദുഃഖങ്ങളിൽ നിന്ന് മാറാനും പറ്റും. ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു രോഗിക്ക് കിട്ടുന്ന പരിചരണമാണ് ഭഗവാനോടുള്ള സേവ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ അടുത്ത സന്ദേശവുമായിട്ട് ശില്പമാതാജി വരും. ഹരേ കൃഷ്ണ. ആമി പാടാനടിയായിട്ടിരിക്കും. Hare Krishna, all glories to devotees present here. Humble obeisances to Srila Prabhupada and humble obeisances to the lotus feet of Lord Krishna. In the Srila Prabhupada disappearance day കൂടിയാണ്. Srila Prabhupada ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഒരു മനുഷ്യായുസ്സിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. 70-ാം വയസ്സ് കഴിഞ്ഞിട്ട്, 70-ാം വയസ്സിലാണ്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഐ തിങ്ക് 68 ഇയേഴ്സിലാണ് പോകുന്നത്, US പോകുന്നത്. 2 ഹാർട്ട് അറ്റാക്സ് സർവൈവ് ചെയ്തിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഒരു യാത്രയിൽ, ഷിപ്പ് യാത്രയിൽ 2 തവണ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വ്യക്തിയാണ് പ്രഭുപാദ. എന്നിട്ടും കൂടി he went with the message of Krishna. ഇന്ന് നമ്മൾ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയില് ഭക്തി കുറവാണ്, ഇന്ത്യയില് വേറെ മതങ്ങളൊക്കെ ആൾക്കാർ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ. പക്ഷെ പ്രഭുപാദർ എന്താ ചെയ്തിരിക്കുന്ന വെച്ചാൽ വെസ്റ്റേൺ വേൾഡിനെയും ബാക്കി എല്ലാ സ്ഥലങ്ങളെയും ഒക്കെ the whole world he has made Krishna conscious. So he has done a great feat actually. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. He founded the ISKCON by embracing people of all races, even Africans, Europeans, Americans, Chinese, Japanese, Pakistaniകൾ എല്ലാവരെയും ISKCON has actually, Prabhupada has done this magic, So he has reached every town and village in the world with Krishna's name. He has initiated more than 5,000 disciples himself. Alanne 5,000 disciples ne personally he has initiated. Pinne 108 great magnificent temples around the world indakittunde. Pinne he has traveled around the world 14 times. 14 പ്രാവശ്യം travel ചെയ്തിട്ടുണ്ട്. Pinne he has conducted hundreds of Ratha Yatras all over the globe. He has set up ashrams, farm communities, gurukuls, goshalas, started first worldwide chain of vegetarian restaurants, 3 billion packets of free food distribution. He recorded 2,200 lectures, 300 interviews were given to reporters, dignitaries, scientists, leaders. He wrote 6,000 personal letters to all these people also. He recorded 20 devotional albums. Then of course നമ്മുടെ magazine പുള്ളിക്കാരൻ 1 million magazine every month he has published. പിന്നെ he has commissioned the making of devotional paintings of the finest quality. He has authored and published books from 1972 to 76, selling 55 million copies in more than 40 languages around the world. How can it be possible that a person who has crossed 70 has done so much before he left this world? So today is his disappearance day. Namakokke ipo njan 45 aanu, enikku ippole bhayangara complaints aanu, like pain, back pain, oru yatra kayinju varumpathekku I am dead, so I don't know how he did all this. It is purely Krishna's mercy, and he had gone with a mission and Krishna guided him. Krishna was all through with him and he has achieved it. So all glories to Srila Prabhupada. So again nammal inna kore കാര്യങ്ങൾ as a great devotee what all he has achieved we understood. അതേപോലെ നമ്മൾ ഡിവോട്ടീസ് നമ്മൾ ശ്രീമദ് ഭാഗവതമാണ് നമ്മൾ മെയിൻലി ഫോളോ ചെയ്യുന്നത്, ആൻഡ് ഭഗവത്ഗീത. സോ ശ്രീമദ് ഭാഗവതോഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കൃഷ്ണ ഹിംസെൽഫ്. ഭഗവതം എന്നുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം ആണെന്നാണ് നമ്മുടെ വ്യാസ മഹർഷി
പറയുന്നത്, നമ്മളോട് പറയുന്നത്. പക്ഷെ നമുക്കത് സ്വീകരിക്കാനുള്ള യോഗ്യത നമുക്ക് വേണം, റൈറ്റ്? യോഗ്യത ഭഗവാൻ തന്നെയാണ് ആ അനുഗ്രഹം നമുക്ക് തരേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എത്ര തവണ നമ്മൾ ഒരാള് ഒരു സദസ്സിലിരുന്ന് ഭാഗവതം കേട്ടാലും ആ യോഗ്യത ഇല്ലെങ്കിൽ ആൾ അവിടെ ഇരുന്നിട്ട് ഉറങ്ങും. ഹി വിൽ നോട്ട് ഹിയർ ഇറ്റ്, യുനോ. സോ ഈ ഭഗവാനെ കുറിച്ച് നമ്മൾ ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. എന്നാലും അതിനൊരു അനുഭവ യോഗം വേണം, യുനോ, വിച്ച് ഇഫ് വി ഡോണ്ട് ഹാവ് ദെൻ ഇറ്റ്സ് വെരി സാഡ്. പിന്നെ ഭഗവാനെ അനുഭവിക്കാൻ പറ്റുന്ന വേറൊരു മാർഗം കൂടിയുണ്ട്, അത് സത്സംഗങ്ങളിൽ കൂടിയാണ്. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. സത്സംഗങ്ങളിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കും, പാട്ടുകൾ കേൾക്കും, കഥകൾ കേൾക്കും. സോ വി ആർ എൻലൈറ്റൻഡ് ബൈ ഭഗവാന്റെ ലീലകൾ. അപ്പൊ ജന്മാന്തര സുഹൃതം ഉള്ളവർക്കേ ഭാഗവതം കേൾക്കാൻ തോന്നുകയുള്ളൂ, അല്ലാത്തവർക്ക് കേൾക്കാൻ തോന്നുകയില്ല. ഭഗവാൻ ഇത്രയും മഹിമ ഉള്ളതാണ് ഈ ഒരു ഭാഗവതം. പക്ഷെ എന്നാലും അത് താല്പര്യം ഇല്ലാത്ത എത്രയോ പേരുണ്ട്. എത്ര പേർക്ക് അത് കേൾക്കാൻ താല്പര്യം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ, യുനോ. നോട്ട് മെനി പീപ്പിൾ ലൈക്ക് ടു ഹിയർ ഭാഗവതം. അപ്പൊ അതിനൊക്കെ ഒരു സുഹൃതം വേണം. ഭട്ടതിരിപ്പാട് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഭഗവാനെ കുറിച്ച് അറിയാൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ അവരെ വിളിക്കേണ്ട പേര് ആശ്ചര്യം എന്നാണ്. we should call them as like, because ഇതൊരു അത്ഭുതമാണ്, യുനോ. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വരുന്ന ആൾക്കാർ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ്. സോ അത്ഭുത വസ്തു പോലെ നമ്മൾ കാണേണ്ടി വരും ഇവരെ. സോ അപ്പോൾ ഭഗവാനെ കേൾക്കാൻ താല്പര്യം വേണമെങ്കിൽ അത്രയ്ക്ക് ജന്മാന്ത സുഹൃതം സമ്പാദിച്ചിട്ടുണ്ടാവണം നമ്മള്. ജന്മാന്തേ ഭവേ പുണ്യം തഥാത് ഭഗവത് ലഭേത്. ആ ഒരു ജന്മാന്ത ഒരു സുഹൃതം ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ അത്രയും നമുക്ക് കേൾക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല ഭാഗവതം. സോ ഭാഗവതം കേട്ടാലോ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ശരീരം, ഞാനുള്ള ഈ ഒരു ശരീരം നമ്മള് ഇതില്ല എന്നൊരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ. സോ ഒരു കഥ പറയാം. ഒരു വൈഫ് ഉണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് അടുത്ത് പോയി. ആ ഹസ്ബൻഡ് എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഹസ്ബൻഡ് അടുത്ത് പോയി പറയുന്നുണ്ട്, മനുഷ്യ, അടുത്ത വീട്ടിലെ ഒരാള് വളരെ മോശമാണ്, അയാൾ ചെയ്യുന്നതെല്ലാം അബദ്ധമാണ്. ആൻഡ് യുനോ ഷീസ് ഗോയിങ് ഓൺ ടോക്കിംഗ് ബാഡ് അബൌട്ട് ദി അതർ പേഴ്സൺ ഫ്രം ദി അതർ ഹൗസ്. അപ്പൊ ഇയാൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇത് കുറെ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ലാസ്റ്റിൽ പറയും, നിങ്ങളെ പോലെ എന്ന് പറയും. അപ്പോഴാണ് യുനോ ഭർത്താവ് എണീക്കുന്നത്. എന്നെ പോലെയോ, യുനോ. അപ്പൊ അതുവരെ മിണ്ടാതിരുന്ന ഹസ്ബൻഡ് പെട്ടെന്ന് എണീക്കാണ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഭർത്താവിന്റെ ചിജ്ജട ഗ്രന്ഥിയാണ് അവിടെ സ്പർശിച്ചിരിക്കുന്നത്. ചിജ്ജട ഗ്രന്ഥി നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഈ ചിജ്ജട ഗ്രന്ഥി. ഇതെന്താണ് ഈ ചിജ്ജട ഗ്രന്ഥി? ചിജ്ജട ഗ്രന്ഥി ഈസ് ലൈക്ക് ഈ ജഡം ഞാനാകുന്നു എന്നൊരു നോട്ട് നമുക്ക് ഉണ്ട്. ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നോട്ടാണ്. ഈ നോട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ദാറ്റ് ഈസ് എന്ത് വന്നാലും നമ്മുടെ ഇപ്പൊ നാളെ നമ്മുടെ പേപ്പറിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വിചാരിക്കാണ്, ഓ എന്നെ കുറിച്ചാണ്, യുനോ. ശരിക്കും പറയാൻ നമ്മൾ ജഡമാണ്. ഈ ജഡം തന്നെയാണ് നമ്മൾ ഇത്രയും വലുതായിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു നോട്ടിനെ റിമൂവ് ചെയ്യാനാണ് പറയുന്നത് ഭഗവാൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഐ ഹവ് ജസ്റ്റ് ടേക്കൺ വൺ സ്റ്റാൻസ ഫ്രം 8ാമത്തെ കാണ്ഡത്തില് 24ാമത്തെ ചാപ്റ്ററില് 53ാമത്തെ ശ്ലോകം ഉണ്ട്. 8:24-53 അതില് മത്സ്യാവതാരത്തിന്റെ ഭാഗമായിട്ട് വരും. അതിലൊരു ശ്ലോകം ഉണ്ട്. ത്വം ത്വാം അഹം ദേവ വരം വാരണ്യം പ്രപദ്യേ ഈശം പ്രതിബോധനായ ചിന്തി അർത്ഥ ദീപൈർ ഭഗവാൻ വാചോഭിർ ഗ്രന്ഥിൻ ഹൃദയാൻ വിവിർണു സ്വം ഓഖ എന്ന് പറയുന്നത്. ഗ്രന്ഥിൻ പറഞ്ഞ ആ നോട്ട്. അപ്പൊ അതില് പറയാണ്, ഭഗവാനോട് പറയാണ്, പ്ലീസ് കൈൻഡ്ലി കട്ട് ദ നോട്ട് ഫ്രം ദ കോർ ഓഫ് മൈ ഹാർട്ട്. ആ ഒരു നോട്ട് ഒന്ന് കളയൂ ഭഗവാനെ, യുനോ, ഞാൻ എന്ന ഭാവം അത് ആ ഒരു നോട്ട് കളയൂ എന്നാണ് അവിടെ പറയുന്നത്. സോ ഈ ഒരു ചിജ്ജട ഗ്രന്ഥി ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം അസ്. ഈ ഒരു ഭ്രമത്തിലാണ് നമ്മൾ, റൈറ്റ്? അത് നമ്മൾ എന്തായാലും മാറ്റണം. സോ അതുകൊണ്ട് ഈ ജഡ എന്നെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീലിങ്സ് ആണ്. സോ അത് വരാൻ പാടില്ല എന്നാണ് പറയാ. ഇപ്പൊ ഗോവർദ്ധന പൂജ കഴിഞ്ഞു, അവിടെയും നമ്മൾ കണ്ടത് ഇന്ദ്രന്റെ ചിജ്ജട ഗ്രന്ഥി ഉണർന്നതാണ്.
അവിടെയും ഇന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ദ്ര got angry. Why? Because they went and did puja to Govardhana mountain. അപ്പൊ ഇവിടെ നമ്മള് ചോദിക്കും, ഓക്കെ, കൃഷ്ണ ചെയ്ത് തെറ്റല്ലേ? അവിടെ ഇന്ദ്രന് പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അപ്പം അങ്ങനല്ല. The thing is that even if he wanted to sort of tell his grievance, he could have told to Krishna, but he didn't do that. What he did was he flooded the whole place. He flooded deshathine. He went and flooded. He wanted to kill everybody. So it is just like നമ്മള് ഇപ്പം say നമ്മൾ ഈ വീടിന്റെ റെന്റ് പേ ചെയ്തില്ല എന്ന് വിചാരിക്കും. അവര് ഉടനെ നമ്മളെ probably they will give us a notice or do something about it, but they will not come and kill us. Correct? They will not come and shoot us or something like that. That it will not happen like that. So the same way Indra should have controlled his anger, and he should have not thought that I am the greatest, they should pray only to me. അങ്ങനല്ലാതെ he should have known this. So ഈ ഒരു അഹങ്കാരം നമ്മൾ മാറ്റിയെടുക്കണം എന്നാണ്. അപ്പൊ ഈ ഒരു ഭാഗവതവും ഈ ഒരു ദാമോദര മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ഇത് മാറണം എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇത് പറയുന്നത് ശ്രീമദ് മഹാഭാഗവതത്തില് പ്രഥമ സ്കന്ധത്തില് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കുന്തിസ്തുതിയിൽ 10ാമത്തെ ശ്ലോകം, കുന്തിസ്തുതിയുടെ 10ാമത്തെ ശ്ലോകമായിട്ട് വരും. ഭാഗവതത്തിന്റെ 27ാമത്തെ ശ്ലോകം. നമോ അഹിംസനവിത്തായ നിവൃത്തായ ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. നമോ അഹിംസനവിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. ഭൗതികമായി ദരിദ്രരായവരുടെ അമൂല്യ സമ്പത്തായ അങ്ങേക്ക്, ഭൗതികമായി ദരിദ്രരായവരുടെ അമൂല്യ സമ്പത്തായ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല. അങ്ങ് സ്വയം സംതൃപ്തനാകയാൽ അതീവ സൗമ്യനും അദ്വൈതവാദികളുടെ അധിപനുമാകുന്നു. ഇവിടെ അഹങ്കാരം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ശ്ലോകം പറഞ്ഞത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഭൗതികമായി ദരിദ്രരായവരുടെ അമൂല്യ സമ്പത്താണ്. എന്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ പറഞ്ഞു? അല്ലെ കുന്തിദേവി അങ്ങനെ സ്തുതിച്ചു? അതിന് തൊട്ട് മുൻപ് വീണ്ടും പറയുന്നു, കുന്തി സ്തുതിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സനാതനമായ ആത്മീയധാമം പ്രാപ്തമാക്കുക വളരെ ലളിതമാണ്. പക്ഷേ നശ്വരമായ ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരായവർക്ക് അങ്ങയെ പ്രാപിക്കുക അത്യന്തം പ്രയാസമാകുന്നു. സ്വന്തം വംശം, സമ്പത്ത്, ഉന്നത വിദ്യാഭ്യാസം, ശരീര സൗന്ദര്യം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്മരിക്കുവാൻ കഴിയാത്തതിനാൽ അവർക്കെന്നും അങ്ങ് അപ്രാപ്യം തന്നെയാണ്. അതിന്റെ അടുത്ത കണ്ടിന്യൂഷനാണ് കുന്തി മഹാറാണി പറഞ്ഞത്. ഭൗതികമായി ദരിദ്രരായവരുടെ അമൂല്യ സമ്പത്തായ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഭഗവത് സേവ ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് അഹങ്കാരമുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തു, അല്ലെങ്കിൽ എന്റെ ക്ലാസ് മാത്രമാണ് വരുന്നത്. ഞാൻ പറയുന്നത് എന്റെ ക്ലാസ്സിൽ മാത്രം വരും, ഭക്തനാവണ്ടേ, എന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരൂ പ്രഭു അവരെ. അല്ല, അവര് മറ്റേ ക്ലാസ്സിൽ പോകുന്നുണ്ട്, അല്ല പ്രഭു അവർക്ക് ഭക്തി വേണ്ടേ, എന്റെ ക്ലാസ്സിൽ കൊണ്ടുവരൂ. ആ ഒരു പുള്ളിങ് മെന്റാലിറ്റി ഉണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ കുന്തിറാണി പറയുന്നത്, അപ്പം അഹങ്കാരം വരുമ്പോൾ, അതായത് ഒരു 50,000 റുപ്പീസ് ശമ്പളം കിട്ടുന്ന ഒരാള് ഒരു 5,000 ഡൊണേഷൻ കൊടുക്കുമ്പം അവര് വിചാരിക്കും ഞാൻ ഏതാണ്ട് വലിയ 5,000 കൊടുത്തു എന്നുള്ളത്. അതേസമയം 1000 രൂപ കിട്ടുന്ന ഒരു കൂലിപ്പണിക്കാരൻ, അവൻ അന്നത്തെ ചെലവിനുള്ള 100 രൂപ എടുത്തിട്ട് 900 രൂപ കൊടുത്തു. ഈ 5000 രൂപ കൊടുക്കുന്ന വിചാരിക്കും 900 രൂപ കൊടുത്തിട്ടുള്ളൂ, ഞാൻ 5000 രൂപ കൊടുത്തു. തത്വത്തിൽ ഏതാണ് വലുത്? തത്വത്തിൽ ഏതാണ് വലുത്? അവിടെയാണ് ആ മനസ്സിരിക്കുന്നത്. 5000 കൊടുത്തിട്ട് ഞാൻ 5000 കൊടുത്തല്ലോ, മറ്റവർക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ലോ എന്നുള്ള ആ അഹങ്കാരവും, 900 കൊടുത്തവൻ എനിക്ക് 900 അല്ലേ കൊടുക്കാൻ പറ്റിയുള്ളൂ ഭഗവാനെ, ആ 100 കൂടി ഞാൻ എനിക്ക് കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതും തമ്മിലുള്ള അന്തരം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഡൊണേഷൻ കൊടുക്കുന്നുള്ള രീതിയിലല്ല പറഞ്ഞു, പക്ഷെ ആ മനസ്സിന്റെ വ്യാപ്തി പറഞ്ഞതാണ്. ഇവിടെ എല്ലാം ആ ഞാൻ എന്നുള്ള ഒരു ഭാവം മനസ്സിൽ വരുന്നു. ഈ കാർത്തിക മാസത്തിൽ
ഭഗവാനെ, ആ ഭാവമൊന്നുമില്ലാതെ കൃഷ്ണ എനിക്ക് അങ്ങയെ മാത്രം ദർശിക്കാൻ കഴിയുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കീർത്തനത്തിലോട്ട് പോകാം. കമലു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നവഗൗരവരം നവപുഷ്പശരം നവഭാവധരം നവലസ്യ പരം നവഹാസ്യകരം നവഹേമവരം പ്രണമാമി സചി സുതഗൗരവരം നവപ്രേമയുതം നവനീതശുചം നവവേഷകൃതം നവപ്രേമരസം നവദാവിലസത് ശുഭപ്രേമമയം പ്രണമാമി ശചി സുതഗൗരവരം ഹരിഭക്തിപരം ഹരിനാമധരം കരജാപ്യകരം ഹരിനാമപരം നയനേ സതതം പ്രണയാശ്രുതരം പ്രണമാമി സചി സുതഗൗരവരം സതതം ജനതാ ഭവതാപഹരം പരമാർത്ഥപരായണ ലോകഗതിം നവലേഖകരം ജഗതാപഹരം പ്രണമാമി ശചി സുതഗൗരവരം നിജഭക്തികരം പ്രിയചാരുതരം നടനാട്ടനനാഗര രാജകുലം കുലകാമിനി മാനസലാസ്യകരം പ്രണമാമി സചി സുതഗൗരവരം करतालवलं कलकान्तरवं मृदुवाद्यसुवीमिकया मधुरं निजभक्तिगुणावृतनाट्यकरं प्रणमामि सचि सुतगौरवरं युगधर्मयुतं गुणनन्दसुतं धरणी सुचित्रं भवभावोचितं तनुदानाचितं निजवासयुतं प्रणमामि सचि सुतगौरवरम् अरुणं नयनं चरणं वासनं वदने स्खलितं स्वकनामधरं कुरुते सुरसं जगता जीवनं प्रणमामि सचि सुतगौरवरं नवगौरवरं नवपुष्पशरं नवभावधरं नवलास्यपरं नवहास्यकरं नवहेमवरं प्रणमामि सचि सुतगौरवरं प्रणमामि शचि सुतगौरवरं. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. ആമി റെഡിയാണോ പാടാൻ? പ്രഭു. ഓക്കെ, പാടിക്കോളൂ. താങ്ക് യു. ഹരേ കൃഷ്ണ. नमस्ते जगत्ताद्रि सद्ब्रह्मरूपे नमस्ते हरोपेन्द्रदात्रादिवन्द्ये नमस्ते प्रपन्नेष्ट दानिकदक्षे नमस्ते महालक्ष्मि गोलापुरेशि विधिकृतिवास हरिर्विश्वमेतत् सृजत्यतिपादेव्य तत्प्रसिद्धं कृपालोकनादेवता शक्तिरूपे नमस्ते महालक्ष्मि कोलापुरेशि
त्वया मायया व्याप्तमेतत् समस्तं धृतं लीलया देवी क्षो हि विश्वं स्थितं बुद्धिरूपेण सर्वत्र जन्म नमस्ते महालक्ष्मी कोल्हापुरेशि यया भक्तवत्कानि लक्ष्यन्त येते त्वयात्र प्रकामं कृपा पूर्णदृष्ट्या अधो गीयसे देवी लक्ष्मीरिदित्वं नमस्ते महालक्ष्मी कोल्हापुरेशि पुनर्वाक्पटुत्वादिहीना हि मूका नरैस्तैर्निकामं खलु प्राप्तसेय निजेष्टाप्तये त्वच्च मूगाम्बिका त्वं नमस्ते महालक्ष्मी कोल्हापुरेशि यदद्वैतरूप परब्रह्मणस्त्वं समुत्था पुनर्विश्वविलोद्यमस्ता तदाहुर्जनस्त्वं च गौरीं कुमारीं नमस्ते महालक्ष्मी कोल्हापुरेशि हरीशादिदेहोदतेजोमय स्फुरच्चक्रराजाख्यलिङ्गस्वरूपे महायोगी कोनर्षिहृत्पद्मगेहे नमस्ते महालक्ष्मी कोल्हापुरेशि नमः शङ्खचक्र भयाभीष्टहस्ते नमस्त्रैम्बगे गौरि पद्मासनस्ते नमः स्वर्णवर्णे प्रसन्ने शरण्ये नमस्ते महालक्ष्मी कोल्हापुरेशि इदं स्तोत्ररत्नं कृतं सर्वदेव हृदि त्वां समादाय लक्ष्म्यष्टकं यः पठे नित्यमेव व्रजत्यासु लक्ष्मी सवित्यं च सत्यं भवत्या प्रसाद. താങ്ക് യു ഹരേ കൃഷ്ണ. താങ്ക് യു. ഇന്ന് ഞാൻ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ശില്പമാതാജി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ വിട്ടുപോയി. പ്രഭുപാദരുടെ ഡിസപ്പിയറൻസ് ഡേ ആണ്. വളരെ വിശദമായിട്ട് ശില്പമാതാജി പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. ഈ വൃത്ത ശരീരത്തിൽ 69ാമത്തെ വയസ്സിൽ പോയിട്ട് എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തു. ലോകം മുഴുവൻ സഞ്ചരിച്ചു, എത്രയോ പരിഭാഷപ്പെടുത്തി. ആ വലിയ മനുഷ്യൻ ഇന്ന് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ഉണ്ടാകില്ലായിരുന്നു, ഭഗവാന്റെ പ്രസാദം നമുക്കുണ്ടായിരുന്നില്ല. ഭഗവാന്റെ തന്നെ അവതാരം തന്നെയായിരുന്നു, ശക്തി ആവേശ അവതാരം എന്ന് പറയും. ഒരു ദിവസം 2 മണിക്കൂർ മാത്രമേ ഉറങ്ങുകയുള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെതായി സ്വന്തമായിട്ടൊന്നുമില്ലായിരുന്നു. ഇന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ഉള്ള കറക്ഷൻസോ ഒന്നുമില്ലായിരുന്നു, ഒന്നും സ്വന്തമായിട്ടില്ല. ആ വലിയ മനുഷ്യന്റെ മുന്നിൽ നമ്മൾ ഇന്ന് പ്രണമിക്കുന്നു. ജഗദ്ഗുരു എന്നാണ് പ്രഭുപാദരെ വിശേഷിപ്പിക്കുന്നത്. വൃന്ദാവനത്തിന്റെ മഹിമ ചൈതന്യ മഹാപ്രഭുവിലൂടെ വന്നു, ശീലപ്രഭുപാദരിലൂടെ നമുക്ക് ഇവിടെ എത്തി. അതുപോലെ ഭാഗവതത്തിന്റെ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹിമ, അതിന്റെ മൂല്യം നമുക്ക് കിട്ടുന്നത് ചൈതന്യ മഹാപ്രഭുവിലൂടെയും പിന്നീട് അത് ശീലപ്രഭുപാദരിലൂടെയുമാണ്. പ്രഭുപാദര് പറയുന്നുണ്ട്, ഈണം ഒരു വിഷയമേമല്ല, ഈണത്തിന്റെ പുറകെ പോകരുത്, രാഗത്തിന്റെ പുറകെ പോകരുത്. ഭഗവാനിലുള്ള ആ ഒരു വിശ്വാസവും മനസ്സും സമർപ്പണവും മാത്രമാണ്. ഇന്ന് ഗുരുമഹാരാജന്റെ ഒരു മെസ്സേജ് ഇന്ന് വായിച്ചു. ജയപതാക സ്വാമി, അമേരിക്കൻ സന്യാസി, ശീലപ്രഭുപാദരുടെ ശിഷ്യൻ, അദ്ദേഹം പറഞ്ഞ മെസ്സേജ്, someone who is contaminated by ignorance, it describes that he is very envious. He says, separatist, he thinks that he is the only one who is doing properly and everyone else is not able to do properly, and he is pretty angry and he is very vengeful. This is the devotional symptoms of a person in the mode of ignorance. But because he has accepted Krishna as a supreme goal, he is respected but is avoided because such a person is not good association. എല്ലാം ചെയ്യുമായിരിക്കും,
16 മാലയോ 64 മാലയോ ചെയ്യുമായിരിക്കും. എല്ലാ സേവകളും ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഒരു ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭക്തൻ, ആ ഡിവോട്ടി തമോ ഗുണത്തിലാണ്, അജ്ഞാനത്തിലാണ് നിൽക്കുന്നത്. ബിക്കോസ് സച്ച് എ പേഴ്സൺ ഈസ് നോട്ട് ഗുഡ് അസോസിയേഷൻ. ഗുരു മഹാരാജ് പറയുന്ന മെസ്സേജാണ്, ഇന്ന് തന്ന മെസ്സേജാണ്. അപ്പം ഭക്തിയുത സേവനത്തിലാണെങ്കിലും കാമ, ക്രോധ, മത, ലോഭ, മത്സര്യം അറിയാതെ ചിലപ്പോൾ വന്നുകൂടാറുണ്ട്. അത് തീർച്ചയായും ഭക്തിയുടെ അധോ തലത്തിലേക്കുള്ള പോക്കായിരിക്കും. ഭഗവാനെ ഈ കാർത്തിക മാസത്തിൽ കൃഷ്ണ അത്തരം അഹങ്കാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് കൃഷ്ണ ഭഗവാനെ അനർഗളമായി അങ്ങയെ സേവ ചെയ്യുവാനും അങ്ങയെ പ്രാർത്ഥിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടാകണമേ. ഹരേ കൃഷ്ണ. വീണ്ടും നമ്മൾ അടുത്ത കീർത്തനത്തിലോട്ട് പോകുന്നു. ആരെന്ന് അടുത്ത കീർത്തനം ചെയ്യും? ഹരേ കൃഷ്ണ. സ്മിതമാതാജി സ്നേഹ ഇന്ന് പറ്റുമോ അവിടെ? ഹരേ കൃഷ്ണ. ഓക്കെ, ഞാൻ പാടാം പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ സാധു ജനാർദ്ദന സർവഭൗമ. മാധവ മാമവ ദേവ സാധു ജനാർദ്ദന സർവഭൗമ. മാധവ മാമവ ദേവ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ. അംബുജലോചന കംബുശുഭഗ്രീവ. അംബുജലോചന കംബുശുഭഗ്രീവ. ബിംബാധര ചന്ദ്രബിംബാനന. അംബുജലോചന കംബുകെ ശുഭഗ്രീവ. ബിംബാധര ചന്ദ്രബിംബാനന. ചാമ്പേയനാസാഗ്ര സർവസുമൗതിക. ശാരദ ചന്ദ്ര ജനിത മദന. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വീണ്ടും ഞാൻ കുന്തി മഹാറാണിയുടെ സ്തുതിയിലേക്ക് വരികയാണ്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ശ്രേഷ്ഠമായ സ്തുതിയാണ്. പറയുകയാണ്, 14ാമത്തെ ശ്ലോകമായിട്ട് വരും കുന്തി സ്തുതി. ഭാഗവതത്തില് 31ാമത്തെ ശ്ലോകമായിട്ടും വരും. പ്രഥമ സ്കന്ധത്തില് 8ാമത്തെ ചാപ്റ്ററാണ് ഇത് കേട്ടോ, കുന്തി സ്തുതികൾ വരുന്നത്. അതിൽ പറയുന്നതാണ്, ഗോപ്യാതേ ത്വയി കൃതാഗസി ധാമത്താവത് യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനായാസ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരവീയത് വിഭതി. ഇത് ഏതാണ്, ഏത് ഭഗവാന്റെ ഏത് സന്ദർഭത്തെയാണ് സൂചിപ്പിക്കുന്നത് ആർക്കെങ്കിലും പറയാമോ?
ഞാൻ ഒന്നുകൂടെ പാടാം. ഗോപ്യാദേ ത്വയി കൃതാഗസീതാമതാവത് യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനായ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരഭീയത് ബിഭതി. ഗോപ്യാദേ ത്വയി കൃതാഗസീതാമതാവത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതേ ശ്ലോകം, ഇതേ അർത്ഥം നമ്മുടെ ദാമോദരാഷ്ടകത്തിലുണ്ട്. കുളു എന്ന് പറയാൻ പറ്റുമോ? കറക്കി കുത്തിയാൽ മതി. കാര്യം ഒരുപക്ഷെ എല്ലാവർക്കും ആ ശ്ലോകത്തിന്റെ അർത്ഥം അത്ര പിടികിട്ടത്തില്ല. എങ്കിലും ഒരു കറക്കി കുത്താമോ? ആ ഡോക്ടർ ജി എത്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഡോക്ടർ ജി എത്തി. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ലേറ്റാണെങ്കിലും എത്തിയല്ലോ. അതെ, ക്ഷമിക്കണം. തീർച്ചയായിട്ടും. ഒരു ശ്ലോകം ഇട്ടുകൊടുത്തതാണ്. ഒരു കറക്കിക്കുത്തല് ദാമോദരാഷ്ടകത്തില് ഇത് ഏതാണ് മുൻപ് സ്തുതിക്കുന്നതാണ്. ഒരു കറക്കിക്കുത്ത്. ആ അഷ്ടകം പേപ്പർ എടുക്കുക, പേപ്പർ എടുത്തിട്ട് കണ്ണടച്ചിട്ട് ഒരു കുത്തുകുത്ത്. ഏത് ശ്ലോകത്തിൽ വരുമെന്ന് നമുക്ക് നോക്കാം. അമൃതമാതാജി വെറുതെ ഒരു കുത്തുകുത്ത്. ഏതെങ്കിലും ഒരു ശ്ലോകമായിരിക്കും, അറിയില്ല. ഞാൻ അതിന്റെ വിവർത്തനം വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ശ്ലോകം അത് വേണം. കുന്തിദേവി ഭഗവാനോട് സ്തുതിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദാമാതാവ് അങ്ങയെ ബന്ധിക്കാനായി കയറെടുത്തു. അപ്പോൾ അങ്ങയുടെ കലങ്ങിയ നയനങ്ങൾ അശ്രുക്കളാൽ നിറയുകയും ആ കണ്ണുനീരാൽ അങ്ങയുടെ നയനങ്ങളിലെ കൺമഷി കലങ്ങുകയും ചെയ്തു. ഭയരൂപം പൂണ്ട സത്വം പോലും അങ്ങയെ ഭയപ്പെടുന്നുവെങ്കിലും അങ്ങ് ഭീതി പൂണ്ടവനായി കാണപ്പെട്ടു. ഈ കാഴ്ച നിശ്ചയമായും എനിക്ക് ഉളവാക്കുന്നതാണ്. ഏതായിരിക്കും ശ്ലോകം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓഫ് ആയിട്ടിരിക്കണോ? എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദാമാതാവ് അങ്ങയെ ബന്ധിക്കാനായി കയറെടുത്തു. അപ്പോൾ അങ്ങയുടെ കലങ്ങിയ നയനങ്ങൾ മാതാജി ഇദം തേ മുഖാംബോജം അഞ്ചാമത്തെ കറക്റ്റ്. ഇദം തേ മുഖാംബോജം അത്യന്ത നീലേ വൃതം കുണ്ടലൈ സ്നിഗ്ധരക്തൈശ്ച ഗോപ്യാ മുഹുചുംബിതം ബിംബരക്താധരം മേ മനസ്യാം വിരസാമലം ലക്ഷലാഭൈ. ഭഗവാനെ, ചെമ്പൻ നിറം കലർന്ന കറുത്ത നിറത്തിലുള്ള തനുത്ത മുടിച്ചുരുളുകളാൽ വരയം ചെയ്യപ്പെട്ട അവിടുത്തെ മുഖകമലം അമ്മ യശോദ വീണ്ടും വീണ്ടും ചുംബിക്ക് അവിടുത്തെ ചുണ്ടുകൾ ചുവന്നു തൊടുത്ത ബിംബപ്പഴത്തെപ്പോലിരിക്കുന്നു. അവിടുത്തെ മുഖകമലത്തിന് അതിമനോഹരമായ ദൃശ്യം ഒരിക്കലും മായാതെ എന്റെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു വിളങ്ങുമാറാകണമേ. ലക്ഷക്കണക്കിനുള്ള മറ്റേത് അനുഗ്രഹങ്ങളും കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? നയനങ്ങളുടെ ഒരു ശ്ലോകം വരുന്നുണ്ട് ഇവിടെ. രുദന്തം. കയ്യിൽ ചൂരൽ വടിയുമായി വരുന്ന അമ്മയെ കണ്ട്, എക്സാക്ട്ലി കയ്യിൽ ചൂരൽ വടിയുമായി വരുന്ന അമ്മയെ കണ്ട് കരഞ്ഞുകൊണ്ട് രണ്ട് കരാംഭോജങ്ങളാലും കണ്ണുകൾ തിരുമുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ഭയഭരിതങ്ങളായിരുന്നു. അതാണ് നോക്കൂ ഇവിടെ. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദാമാതാവ് അങ്ങയെ ബന്ധിക്കാനായി കയറെടുത്തു. അപ്പോൾ അങ്ങയുടെ കലങ്ങിയ നയനങ്ങൾ അശുക്കളാൽ നിറയുകയും ആ കണ്ണുനീരാൽ അങ്ങയുടെ നയനങ്ങളിലെ കൺമഷി കലങ്ങുകയും ചെയ്തു. ഭയരൂപം പൂണ്ട സത്വം പോലും അങ്ങയെ ഭയപ്പെടുന്നുവെങ്കിലും അങ്ങ് ഭീതി പൂണ്ടവനായി കാണപ്പെട്ടു. ഈ കാഴ്ച നിശ്ചയമായും എനിക്ക് ആമ്പരപ്പുളവാക്കുന്നതാണ്. ഇത് 31 ആണോ പ്രഭു? ഇത് എന്തോ ഭാഗവതത്തില് 31 ആണ്. 31. അതെ. അപ്പൊ കയ്യിൽ ചൂരൽ വടിയുമായി വരുന്ന അമ്മയെ കണ്ട് കരഞ്ഞുകൊണ്ട് രണ്ട് കരാഭോജങ്ങളാലും കണ്ണുകൾ തിരുമുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ഭയഭരിതങ്ങളായിരുന്നു. ശംഖിനെ പോലെ 3 വരകളുള്ള കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള മുത്തുകൊണ്ടുള്ള പതക്കം കരയുമ്പോഴുള്ള ശ്വാസോച്ഛ്വാസ വേഗതയ്ക്കനുസരിച്ച് കുലുങ്ങുന്നുണ്ടായിരുന്നു.
അങ്ങനെ കയർ കൊണ്ടല്ലാതെ അമ്മയുടെ ശുദ്ധസ്നേഹം കൊണ്ട് ഉദരത്തിൽ ബന്ധിതനായ പരമ ഈശ്വരനായ ശ്രീ ദാമോദര ഭഗവാന് ഞാൻ വിനയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എത്ര ഉദാത്തമായ പ്രാർത്ഥന! ഭഗവാൻ, ഈ കാർത്തിക മാസത്തിൽ അങ്ങയോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മനോഹരമായ വശ്യമായ ഈ രൂപം എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ കാണുമാറാകണമേ. ഹരേ കൃഷ്ണ. വീണ്ടും നമ്മൾ അടുത്ത ഒരു കീർത്തനത്തിലോട്ട് പോകാം. ആരാണ് ഇനി പാടാൻ വരുന്നത്? ഹരേ കൃഷ്ണ. സ്മിതമാതാജി പാടത്തില്ലേ? നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം അടുത്ത ചെറിയൊരു മെസ്സേജ്, രണ്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളതായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ കാർത്തിക മാസത്തില് ഇതൊക്കെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്. ഭഗവാനെ എങ്ങനെ നമ്മൾ സേവ ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് ഭഗവാന് സേവനം ചെയ്യാം, എങ്ങനെ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഗൃഹത്തിൽ പിടിച്ചു നിർത്താം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന സേവനങ്ങളിൽ നമ്മൾ ഒരിക്കലും അഹങ്കാരിയാകാൻ പാടില്ല. സ്മിതമാതാജി നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ദാനകർമാദികൾ ചെയ്യുമ്പം ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല, പക്ഷേ നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ധനത്തിൽ മാത്രമല്ല, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള അതുപോലും തരുന്നത്, അതിനുള്ള അനുകമ്പ പോലും തരുന്നത്, അത് നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. ഭഗവാന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമാണ്. നീ എന്നെ ജപിക്കൂ, നീ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കൂ. ഗജേന്ദ്രൻ അതാണ് ചെയ്തത്. 33 കോടി ദേവതകളും ആകാശത്ത് വന്ന് നിൽക്കുമ്പം ആരും ഗജേന്ദ്രനെ രക്ഷിക്കാനല്ല പോയത്. അവരെല്ലാം ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്. ഭഗവാൻ ഇപ്പൊ വരും. കാര്യം ഉത്തമനായ ഭക്തനാണ് വിളിച്ചിരിക്കുന്നത്. ഗജേന്ദ്രൻ ഒരു താമരപ്പൂ മാത്രമേ കയ്യിലുള്ളൂ, വേറൊന്നുമില്ല. അവിടുന്ന് അടുത്തൊരു താമരപ്പൂ കാണിച്ചിട്ട് വിളിക്കുകയാണ്, ഭഗവാനെ ഒന്ന് വരൂ. ഭഗവാൻ വളരെ സ്നേഹത്തോടെ ഔദ്യോഗികമായി തന്നെ വന്നു. ഞാൻ എടുത്തു പറയുന്ന ഔദ്യോഗികമായിട്ട് വിഷ്ണു രൂപത്തിൽ വരികയാണ്. അപ്പൊ ഔദ്യോഗികമായിട്ട് ഗരുഡ വാഹനത്തിൽ വരികയാണ് ഗജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഗജേന്ദ്രന് മാത്രമല്ല, ഭക്തനെ കൊണ്ട് ഗജേന്ദ്രന് മാത്രമല്ല മോക്ഷം കിട്ടിയത്. ആ മുതലയുടെ പേരെന്താണ്? നക്രനോ നകിഞ്ചരനോ? സ്മിതമാതാജി ഞാൻ മറന്നുപോയി. ആ മുതലയ്ക്ക് കൂടി മോക്ഷം കിട്ടി. കൃഷ്ണ, അവിടുത്തെ തിരുനാമം ഉച്ചരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണമേ. ഏതൊരു നിമിഷത്തിലും കൃഷ്ണ എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചോട്ടെ, എന്ത് സുഖങ്ങൾ അനുഭവിച്ചോട്ടെ, ഇതൊക്കെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ നിമിഷങ്ങളിലെല്ലാം ഭഗവാനെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം സ്മരിക്കാനും ജപിക്കാനുമുള്ള കഴിവ്, മനസ്സ് എനിക്ക് എപ്പോഴും ഉണ്ടാകണമേ. ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. ആ മന്ത്രജപം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പറ്റുന്ന പ്രയാസങ്ങളായിട്ട് നമുക്ക് തോന്നില്ല. 14 വർഷം അർജുനൻ വനത്തിലായിരുന്നു, വനവാസത്തിലായിരുന്നു. ഒരു പ്രയാസവും അർജുനന് തോന്നിയിട്ടില്ല. ഞാൻ കൊട്ടാരത്തിലല്ല വനത്തിലാണ് എന്ന് ഒരിക്കലും അർജുനന് തോന്നിയിട്ടില്ല. കാര്യം അർജുനനോടൊപ്പം ഭഗവാൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഭഗവാന്റെ മടിയിലായിരുന്നു അർജുനൻ ഉറങ്ങിയിരുന്നു. കൃഷ്ണ, ആ ഒരു അനുകമ്പ ഞങ്ങൾക്കും ഈ കാർത്തിക മാസത്തിൽ ഉണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ജയപ്രകാശ് ജി. പ്രഭു, ആ ക്രൊക്കഡൈലിന്റെ പേര് ഹുഹു, മകര. അതെ, മകര. ഹരേ കൃഷ്ണ. പ്രഭു ക്ലാസ് ഉണ്ട്, സംസ്കൃതം ക്ലാസ് ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി. ഹരേ കൃഷ്ണ. നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഹരേ കൃഷ്ണ. പറയൂ.
എന്നോടെല്ലാം ചോദിച്ചായിരുന്നു. അതെ, പറയൂ. കാർത്തിക മാസത്തിലെ ഒരു മെസ്സേജ് തരൂ. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിലെ മെസ്സേജ് എനിക്ക് ഇപ്പോൾ കൂടുതലൊന്നും ഓർമ്മ വരുന്നില്ല. വെറുതെ പറഞ്ഞാൽ മതി, ഒന്നും ഓർമ്മിക്കാൻ നിൽക്കരുത്, മനസ്സിൽ തോന്നുന്നത് പറയുക. ഹരേ കൃഷ്ണ. അപ്പം കാർത്തിക മാസത്തിൽ എല്ലാവരും മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ച് എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇത്രയും മതി, ഇതേ ഉള്ളൂ നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. ഈ മെസ്സേജാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഈ മെസ്സേജാണ് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എല്ലാവരും ആലങ്കാരികമായ വാക്കുകളുടെ പുറകെയും, പണ്ട് ജോൺസൺ എപ്പോഴും പറയാറുണ്ട്, ജോൺസൺ ഡിക്ഷണറി ഉണ്ടാക്കാനുള്ള ആ ഒരു കാരണം, പലരും പാണ്ഡിത്യം കൊണ്ട് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ജോൺസൺ തീരുമാനിച്ചത് നമുക്ക് ലഘുവായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ത്യാഗമാണ് എടുത്തത്. അതുപോലെയാണ് പുരാണങ്ങളെല്ലാം രചിച്ചിട്ടും വ്യാസമഹർഷിക്ക് ഒരു തൃപ്തി വന്നില്ല, വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് നാരദ മഹർഷി ഉപദേശിച്ചത്, വ്യാസമഹർഷി, അങ്ങയുടെ ദുഃഖത്തിന് കാരണം അങ്ങ് എന്താണോ എഴുതാൻ ഉദ്ദേശിച്ചത്, അങ്ങ് എന്താണോ ഈ ജനതയ്ക്ക് ഈ ഭൗതിക ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അതൊന്നും കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ആയില്ല. അതുകൊണ്ട് എഴുതൂ ഭാഗവതം. അങ്ങനെ വേദാന്ത സൂത്രം ഫോർമുലയും കൊടുത്തിട്ട് വ്യാസമഹർഷി പോയി. ജോൺസനെ പറ്റിയ അതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പ്രഭുപാദരുടെ കാലഘട്ടത്തിൽ. ഭഗവത്ഗീത ഒരുപാട് ഭാഷ്യങ്ങൾ രചിക്കാൻ തുടങ്ങി എല്ലാവരും. പക്ഷേ അതിനൊന്നും ശരിയായ ഒരു മൂല്യം, ഒരു അർത്ഥം വന്നില്ല. പ്രഭുപാദർക്ക് സംശയം വന്നു. അങ്ങനെയാണ് പ്രഭുപാദര് ഭഗവത്ഗീത യഥാരൂപം രചിക്കുന്നത്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് നമുക്കിന്ന് ഭഗവത്ഗീത വായിക്കാനും പഠിക്കാനും സാധിച്ചു. ഈ ഒരു മനസ്സ് നമുക്ക് എന്നും ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. ഭഗവാനെ വിളിക്കുവാനും ഭഗവാനെ സ്മരിക്കുവാനുമുള്ള കഴിവ്, ആ മനസ്സ് നമുക്കുണ്ടാകണേ. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു, ഹരേ കൃഷ്ണ. അഷ്ടകത്തിലേക്ക് പോവുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഡെയിലി ഭഗവാനെ പ്രാർത്ഥിക്കുക, മഹാമന്ത്രം ചൊല്ലുക, പിന്നെ നെയ്വിളക്ക് കാണിക്കുക, ഇതൊക്കെയുള്ളൂ. ഹരേ കൃഷ്ണ. ചെയ്യാനില്ല. എവിടെ വീഡിയോ ഓഫ് ചെയ്തോ? ഇല്ല. ഓക്കെ, സന്തോഷം പ്രഭു. അതുമാത്രം ചെയ്താൽ മതി. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എത്തി. ഒരുപാട് കൂലംകുഷിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ലഘുവായ ചില കാര്യങ്ങൾ. രാവിലെ എഴുന്നേൽക്കുക, പ്രഭാത സ്നാനം ചെയ്യുക, ഭഗവാൻ ഒരു വിളക്ക് കൊളുത്തുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, നമ്മളൊന്ന് നിവേദിക്കുക. പാലാകട്ടെ, വെറും പച്ച ചോറാകട്ടെ, ഒരു ആപ്പിൾ, പീസ് ഓഫ് ആപ്പിൾ ആകട്ടെ, എന്തെങ്കിലും 2 നട്ട്സ്, എന്തെങ്കിലും ഭഗവാനെ നിവേദിക്കുക. ആ ഇതെല്ലാം ഭഗവാൻ സന്തോഷമാണ്. നോക്കൂ, എന്നെ അവര് കാര്യമായി നോക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നു. ഒരു പിതാവിന് മക്കളോടുള്ള സ്നേഹമാണ് അവിടെ വരുന്നത്. ആ സ്നേഹമാണ് താഴെ വീണ വിഗ്രഹത്തിന് നെഞ്ചിടിപ്പ് ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തത്. ആ കഥയുമായിട്ട് അടുത്ത ദിവസം വരാം. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ കൗണ്ട് ഡൗണിലേക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ 2 ഗൃഹത്തിലും കാർത്തിക മാസത്തിൽ ദാമോദര ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ തരത്തിലും ഭൗതികമായും ആത്മീയമായും നമുക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഇതുവരെ വീഡിയോയിൽ വരാത്തവർക്ക് ഒരു പ്രാവശ്യം വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. അപ്പോൾ അഷ്ടകം ചെല്ലാൻ പോവുകയാണ്. ആരാ ഇന്ന് അഷ്ടകം ചെല്ലുന്നത്? മീര മാതാജി. മീരാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം വന്നതിൽ. ഇത്രയൊക്കെ നമുക്ക് തരാനുള്ളൂ. ഒരു കാര്യം മാത്രമേ തരാനുള്ളൂ. ഹരേ കൃഷ്ണ. എന്തോ? ഞാൻ 8 മണിയാകുമ്പോഴേക്ക് എത്തിയിരുന്നു പറയാ. ഞാൻ കണ്ടിരുന്നു. കൃത്യമായിട്ട് ഇട്ടിരുന്നു. ഇത്രയേ എനിക്ക് തരാനുള്ളൂ. ഭഗവാന്റെ പ്രസാദം എങ്ങനെ ലഭിക്കാം? അത് തീർച്ചയായിട്ടും തരാൻ പറ്റും. മറ്റൊന്നും തരാനില്ല. ഭഗവാൻ അനുഗ്രഹം മാത്രം. ഭൗതികമായി ഒരു കണക്ഷനും തരാൻ പറ്റില്ല. ആത്മീയമായി ഒരേ ഒരു കണക്ഷൻ തരാം, ഭഗവാനിലൊരു കണക്ഷൻ. ഹരേ കൃഷ്ണ. അപ്പോഴ് അഷ്ടകം ആമി റെഡിയാണോ അഷ്ടകം ചെല്ലാൻ? അപ്പം ആമി അഷ്ടകം ചെല്ലും. ഓക്കെ. അതിനു മുമ്പായിട്ട് അനന്യ, ഹരേ കൃഷ്ണ, റെഡിയല്ലേ അവിടെ? ഇന്ന് ദീപ്തി മാതാജിയുടെ പിറന്നാൾ കൂടിയാണ്. ഭഗവാന്റെ അനുഗ്രഹം ദീപ്തി മാതാജിക്ക് പ്രത്യേകം ആശംസിക്കുന്നു. എല്ലാ പിറന്നാൾ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹരേ കൃഷ്ണ. നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതുപോലെ തന്നെ അടുത്തൊരു പ്രാർത്ഥന. സ്നേഹയ്ക്ക് ചെറിയൊരു ജലദോഷമാണ്. 2-3 ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം കുട്ടികൾക്ക് ജലദോഷം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചിറക് ഒടിയുന്നത് പോലെയാണ്. കാര്യം ഞാനൊന്നുമല്ല ഈ ദാമോദരാരതി ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് സൂം ഓപ്പൺ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളാണ് എൻ്റെ എല്ലാ ശക്തിയുടെയും കാരണം. അപ്പം സ്നേഹയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ നമുക്ക് സമയമായി. അഷ്ടകം ചൊല്ലും. അഷ്ടകം ചൊല്ലിയോടുകൂടി നമ്മൾ കൗണ്ട് ഡൗൺ ആയി. അപ്പോൾ നമ്മൾ നെയ്വിളക്ക് കാണിക്കാനുള്ള സമയമായി. എല്ലാവരും മനസ്സുകൊണ്ട് നെയ്വിളക്ക് കാണിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുക. ഇവിടെ 2 ഗൃഹത്തിലും അവര് കുടുംബനാഥനും കുടുംബനാഥയും കുട്ടികളും ചേർന്ന് നെയ്വിളക്ക് കാണിക്കും. നെയ്വിളക്ക് പാദകമലത്തിൽ നിന്ന് മുഖകമലത്തിലേക്ക് ക്ലോക്ക് വൈസായിട്ട് 4 പ്രാവശ്യം. 1, 2, 3, 4 അങ്ങനെ 4 പ്രാവശ്യം. അവിടെ 2 കുട്ടികളെ കാണുന്നല്ലോ. ആരാധ്യാജി എന്ന് പറഞ്ഞ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്താ പേര്? ഹരേ കൃഷ്ണ. ആരാധ്യ. അടുത്തയാളുടെ പേരെന്താ? ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ആരാധ്യ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അനിയൻ. ഹരേ കൃഷ്ണ. KG1-2. ഹരേ കൃഷ്ണ. KG1P. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ നാളെ നമുക്ക് കാണാം. നാളെ രാജീവ് പ്രഭുവിന്റെ വീട്ടിലാണ് കേട്ടോ. നാളെ നമുക്ക് കാണാമല്ലോ ഇല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ നാളെ നമുക്ക് കാണാം. നാളെ നമുക്ക് പാട്ട് പാടാം കേട്ടോ. പ്രഭു എല്ലാരും കാണണം. ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാരോടും പ്രത്യേകം പറയാണ്. ഹരേ കൃഷ്ണ. ആളുടെ പേരെന്താണ്? പാർത്ഥക്. പാർത്ഥക്.
സാർത്ഥക്. സാർത്ഥക്. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ നാളെ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അഷ്ടകം ചൊല്ലുവാണ്. റെഡി? ആമി അഷ്ടകം ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്തോളൂ. റിപ്പീറ്റ് ചെയ്യണ്ട, സ്ട്രേറ്റ് വേ. ഓക്കെ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രാജമനം യശോദാഭിയോലുംകരാധവമാനം പരാം നഷ്ടമദ്യന്തദോദ്രതഗോപ്യാ രുദന്തം മുഹുർനിദ്രയുഗ്മം രജന്തം कराम्बोजयुग्मेन शान्तङ्गनेत्रं मुहुश्वासकां भद्ररेकाङ्गकाण्ठ स्थिताङ्ग्रैव दामोदरं भक्तिभद्रम् इति दृक्स्वलीलाभ आनन्दकुण्डे स्वघोषं निमज्जन्तम् अख्याभयन्तम् तदीयेषिताङ्गेषु भक्तेर्जितात्वं पुनः प्रेमतस्तं सावृति वन्दे वरं देवमोक्षं न मोक्षावधिं वा न चन्यं वृणीहं वृषादपीह इदं देव पूर्णात गोपालबालम् सदा मे मनस्या वीरस्ता किमन्यम् इदं ते मुखाम्बोजं मत्यन्दनीले वृतं कुण्डलै स्निग्धरक्तैश्च गोप्या मुहुर्चुम्बितं बिम्बरक्तधरं मे मनस्या वीरस्तम् आलं लक्षलाभे नमो देव दामोदरानन्द विष्णु प्रसीद प्रभु दुःखजलाभिमग्नं कृपादृष्टिवृष्ट्यादिदिनं बतानु गृहाणि मनस्या एकादशी दृश्या कुबेरात्मजौ बद्धमुतैव यद्वत् त्वया मुचितौ भक्तिभजौ कृतौ च तदा प्रेम भक्तिं स्वकामे प्रयच्छ नमोक्षे ग्रहो मेऽस्ति दामोदरेह नमस्ते स्तुदाम्ने स्फुरदीप्तिदाम्ने त्वयोदवरिदा विषाय दाम्ने नमो राधिकायै त्वदीया प्रियायै नमो नन्तनीलै देवाय तुभ्यं हरे कृष्णा 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 हरे 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 राम 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 हरे हरे श्री दामोदर अष्टकम की जय. दामोदर भगवान की जय. ജയലക്ഷ്മിമായി ഹരീഷ് പ്രഭു, താങ്ക് യു. ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഒന്ന് മാത്രമേ മിസ്സിംഗ് ഉള്ളൂ, ഞാൻ ക്ഷീണിതനാണ്. ഹരേ കൃഷ്ണ. ദീപ്തി മാതാജി, രജീഷ് പ്രഭു, ഹരേ കൃഷ്ണ. അമ്മയില്ലേ അവിടെ? ഹരേ കൃഷ്ണ. ദീപ്തി മാതാജി, അമ്മയില്ലേ അവിടെ? അമ്മയെ കണ്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. എവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാണുന്നില്ല. ഇപ്പം പിന്നെ എന്താ പറയുന്നത്, മഴവില്ലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതേപോലെ അവിടെ വേറെ ആള്, നമ്മുടെ ഒരു മണി ജി എന്ന് പറഞ്ഞ്
ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു അതെന്റെ മാം. ഓക്കെ, നമ്മൾ അതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ എനിക്ക് തോന്നുന്നു സേവനത്തിന് വന്നപ്പോ കണ്ടിട്ടുണ്ടോ സംശയം. ആധ്യാത്മ സമിതിയിലൊക്കെ പുള്ളി ആക്റ്റീവ് ആണ്. യെസ്, ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, അമ്മയെ കണ്ടില്ല. അമ്മ മഴവില്ല് കാണിച്ചിട്ടുണ്ട്. ഞാൻ റെയിൻബോ മാത്രമേ കണ്ടുള്ളൂ. ഹരേ കൃഷ്ണ. എനിവേ, ഹരേ കൃഷ്ണ. ദീപ്തി മാതാജി, ആമി അച്ഛൻ വന്നിട്ടില്ലേ? പ്രഭു നോക്കുന്നത് അനാമികയിലാ ഉള്ളത്. അനാമികയിലാണുള്ളത്. പക്ഷെ എത്തിയില്ല പ്രഭു, ഓഫീസിലാണ്. അനാമികയെ കണ്ടില്ലല്ലോ. നോക്കട്ടെ. അതെന്താ അറിയാമോ? ഈ ചഞ്ചല ചിത്തമാണ്. ആദ്യം ട്രൈ ചെയ്തത് എവിടേക്കാണ്? എവിടെ വിളക്ക് വെച്ചിരിക്കുന്നിടത്താണ് ആദ്യം ട്രൈ ചെയ്തത്, അല്ലേ? ശരിയല്ലേ? ഹരേ കൃഷ്ണ. കണ്ടോ, എക്സാക്ട്ലി. പിള്ള വായിൽ കള്ളമില്ല. നിഷ്കളങ്കമായിട്ട് പറഞ്ഞു ആണ് എന്നുള്ളത്. ഹരേ കൃഷ്ണ. താങ്ക് യു. അമ്മ, എന്തുകൊണ്ട് വിശേഷം? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഓക്കെ, സന്തോഷം. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. യു കൊണ്ട് പോരാ, ഞാൻ വളരെ ക്ഷീണിതനാണ്. ഹരേ കൃഷ്ണ. അറിയാമല്ലോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഹരേ കൃഷ്ണ. ഓക്കെ, ദാമോദര മാസത്തിൽ 6, 7, 8 കിലോ കൂടേണ്ടതാണ്. കൂടിയിട്ടില്ല, കുറയുക ചെയ്തത്. ഹരേ കൃഷ്ണ. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോക്ടർ ജി, ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു ഹരേ കൃഷ്ണ. ആരാധ്യ സാർത്ഥക് ഹരേ കൃഷ്ണ. അമൃത മാതാജി ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു ശിവ മാതാജി ഹരേ കൃഷ്ണ. ജിജി മാതാജി ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. കമലു ഹരേ കൃഷ്ണ. സ്നേഹ ഹരേ കൃഷ്ണ. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. 5, 4, 3. നന്നു ഇല്ലേ അവിടെ? ശരി. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സർവസ്യജാഹം ഹൃദസന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അബോധനം ച വേദയിച്ച സർവേരഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിദേവചാഹം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എന്താ അവിടെ കുസൃതി ചെയ്യുന്നത്? ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. നമുക്ക് നാളെ പാട്ട് പാടണം. വീണ്ടും 5, 4, 3, 2, 1, 0 ഡിം. ഹരേ